വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു പരിപ്പ് ഉലർത്ത് കറി ഉണ്ടാക്കി നോക്കിയാലോ. ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു കറിയാണിത്. അതിനാവശ്യമായവ എന്താണെന്നൊക്കെയാണ് നോക്കാം നമുക്ക്. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവ അല്പം വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് കുതിർക്കാനായി വയ്ക്കാം. നമുക്കിത് കുക്കറിലൊന്നും വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. അല്പസമയം കുതിർത്തതിന് ശേഷം നമുക്ക് കഴുകി കുതിർത്ത് വാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് നമുക്കിവയെ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്, പക്ഷേ വിസിലൊന്നും ഇടുന്നില്ല. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് ഇവയെ വേവിച്ച് എടുക്കാം. ഇവിടെ പരിപ്പെല്ലാം ഒരു പകുതി വേവിൽ എത്തിയിട്ടുണ്ട്. കുഴഞ്ഞു പോകരുത്. പരിപ്പെല്ലാം വേർതിരിഞ്ഞ് കിടക്കുന്ന രീതിയിലായിരിക്കണം ഈ കറി ഉണ്ടാക്കേണ്ടത്. ഇവിടെ കുറച്ചുകൂടി വെള്ളം വറ്റാനായിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെറിയ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമുക്കതിലേക്ക് ചതച്ച മുളക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നീട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇവയുടെയെല്ലാം പച്ചമണമെല്ലാം ഒന്ന് മാറി ഇവയെല്ലാം ഒന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇവയെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി അവയെല്ലാം ഒന്ന് മൊരിഞ്ഞു വരട്ടെ. ഇനി നമുക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്കിവയെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പരിപ്പും നമ്മൾ വേവിച്ച തേങ്ങയും കൂട്ടും എല്ലാം കൂടി ഒന്ന് നന്നായി യോജിച്ച് വരട്ടെ. സാവധാനം ഇവയെ യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ പരിപ്പ് ഉലർത്ത് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ചൂട്ടോടെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ്. നമുക്കിത് കഞ്ഞിയുടെ ഒപ്പമോ അല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പമോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. എല്ലാവരും ഒന്ന് ചെയ്തിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു.